ചില ദിവസങ്ങളിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഇടയിൽ കൂടി കടന്നു പോകുന്നത് സങ്കടങ്ങളായിരിക്കും. അത്തരത്തിൽ ഒരു സങ്കടമുള്ള ദിവസമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. രാവിലെ തന്നെ എണീച്ചു, ബോസിൻ്റെ അടുത്ത് പോയി ഒന്ന് തൊട്ട് തലോടി നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നോക്കിയപ്പോൾ ദാ അമ്മയും ചേച്ചിയും രാവിലെ എണീച്ചിട്ട് തിരുമ്പൽ പണിയിലേക്ക് കടന്നിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ ഒരുപാട് അംഗസംഖ്യ ഉള്ള കാരണം കൊണ്ട് തന്നെ തിരുമ്പാനായിട്ട് ഒരുപാട് തുണികളുണ്ടാവും. പിന്നെ വീട്ടിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മ തിരുമ്പുന്നുണ്ട്, ചേച്ചി തുണികളൊക്കെ ഉരുപ്പിഴിഞ്ഞ് തരുന്നുണ്ട്, ഞാൻ കൊണ്ടുപോയി തോരിടുകയാണ് ചെയ്യുക. അപ്പോൾ ആ തോരിടുന്ന സമയത്ത് ചെറിയ ചെറിയ കാഴ്ചകളാണ് കേട്ടോ ഞാൻ ഈ ഇടയിലൊക്കെ കാണിക്കുന്നത്. പിന്നെ മിറ്റടിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ജോലി കൂടിയാണ് അത് കേട്ടോ. ഞാനാണ് വീട്ടിൽ മിറ്റടിക്കാറുള്ളത്. മിറ്റൊക്കെ അടിച്ചു കഴിഞ്ഞ് മിറ്റം ഇങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. അതൊക്കെ കഴിഞ്ഞ് പല്ലൊക്കെ തേച്ച് അകത്തേക്ക് പോയപ്പോൾ ആ പിള്ളേരെ ഓരോരുത്തരെയായിട്ട് എണീപ്പിച്ചിട്ട് കിടക്കി മടക്കിക്കൽ പരിപാടിയിലേക്കാണ് കടക്കുന്നത്. ഇന്ന് ഈ പുതപ്പും കാര്യങ്ങളൊക്കെ കഴുകി മടക്കി ഉണക്കി എടുത്ത് വെക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് കിടക്കൊക്കെ ഒന്ന് മടക്കി വെക്കാം. വെക്കേഷനായിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ വരുന്നതിന് മുൻപായിട്ട് അമ്മ കിടക്ക വെയിലത്തൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ എടുത്ത് വെക്കും. ഞങ്ങൾ വന്നത് നിർത്തിയിട്ട് കിടക്കും. 2 മാസത്തോളം ഞങ്ങൾ ആ കിടക്കയിൽ തന്നെയാണ് ഉപയോഗിക്കുക. അതിനുശേഷം പൂവാരാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കിടക്കൊക്കെ വെയിലത്തിട്ട് ഉണക്കി അമ്മയ്ക്ക് ഭദ്രമായിട്ട് അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ആ ഒരു കിടക്ക സേഫായിട്ട് റാക്കിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ചേച്ചി വന്നാലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു കിടക്ക റാക്കിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറക്കുക. ചേച്ചി വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും കിടക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരുമിച്ച് കിടക്കുന്നതാണ് ഇഷ്ടം. രാത്രി ഇങ്ങനെ ഹാളിൽ നീട്ടി അങ്ങോട്ട് കിടക്കിട്ടിട്ട് എല്ലാവരും അതിൽ കിടന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഉറങ്ങണത് തന്നെ അറിയില്ല. അത്രയും രസമാണ് ഓരോ ദിവസങ്ങളും. അപ്പോൾ എന്തായാലും കിടക്കൊക്കെ മടക്കി എടുത്തു വെച്ചു. ഇനി നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പുട്ടിൻ്റെ കൂടെ തന്നെ കടലക്കറിയുണ്ട്. അപ്പോൾ നല്ല വറുത്ത അരച്ച കടലക്കറിയാണ്. അപ്പോൾ ചേച്ചിയും ഞാനും പിള്ളേരും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. സാധാരണ ഞാൻ ഉണ്ടാവാറില്ല, ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട്. ബാക്കി എല്ലാവരും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ ഒരുപാട് നാളികേരം അന്നത്തെ ദിവസം ചെരുകിയിട്ടുണ്ടാവും കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഗോവയിലേക്ക് കൊണ്ടുപോകാൻ നാളികേരം ചെരുകിയിട്ട് അത് അമ്മ ഓരോ തരം പൊടികളായിട്ട് മാറ്റും. അതായത് സാമ്പാറിനുള്ള പൊടി, അതുപോലെ തന്നെ മസാലയ്ക്ക് വറുത്തരച്ച് ആക്കാനുള്ള പൊടി, അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് ചേച്ചിക്ക് കൊടുത്തയക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കോഴീനെ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കാം. വീട്ടിൽ ഒരുപാട് നാടൻ കോഴിയുണ്ട്. ചേച്ചി വന്ന് പോണ ആ ഒരു ദിവസം നാടൻ കോഴിയുടെ കാര്യത്തിലൊക്കെ അമ്മ ഒരു തീരുമാനമാക്കും. അതായത് മുട്ടയിടാത്ത കോഴികളും വേലി ചാടി അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്ന കോഴികളൊക്കെ പിടിച്ച് അമ്മ കൊല്ലും. എന്നിട്ട് ചേട്ടനും ചേച്ചിക്കൊക്കെ കൂടി നാടൻ കോഴിക്കറിയും അതുപോലെ തന്നെ നമ്മുടെ ഒരു മരുന്ന് വെപ്പുണ്ട് കോഴി വെച്ചിട്ട്, അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഗോവയിലേക്ക് കൊടുത്തയക്കും. അപ്പോൾ അവർ ചൂടാക്കിയിട്ട് അത് പിറ്റേ ദിവസമൊക്കെ ആയിട്ട് കഴിക്കും. അപ്പോൾ അതിനുള്ള ചിക്കൻ ക്ലീനിങ്ങും നുറുക്കലും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നല്ല അതിശക്തമായിട്ടുള്ളൊരു കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. ദാ ഇപ്പം മാനത്തുനിന്ന് മഴ പൊട്ടി വീഴുന്നുള്ള നിലയ്ക്കാണ്. മഴ പൊട്ടി വീഴുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ ആ ഒരു ക്ലീനിങ്ങും അതുപോലെ തന്നെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അമ്മ അത് ഉരുളങ്കിഴങ്ങ് ഇട്ട് നല്ല അടിപൊളിയായിട്ടൊരു നാടൻ ചിക്കൻ കറി വെച്ചങ്ങോട്ട് തരും ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടി പാക്കിംഗ് ആണ് നടക്കുന്നത്. ഡ്രസ്സിനേക്കാൾ കൂടുതൽ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളാണ് കേട്ടോ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ചിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പാവർട്ടിയിലുള്ള ജയ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുപോകാറുള്ളത്. അവിടെ ഒരുവിധം നല്ല ചിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നുറുക്കും അതുപോലെ തന്നെ മിനി സമൂസ, ലഡു, ജിലേബി, കേക്ക്, ഹൽവ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടാട്ടവും പപ്പടം, വെളിച്ചെണ്ണ, തേങ്ങ അങ്ങനെ വേണ്ടുന്ന കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വിധപ്പെട്ട എല്ലാ സാധനങ്ങളും ചേച്ചി പാക്ക് ചെയ്ത് കൊണ്ടുപോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നാമത് ഗോവയിൽ വില കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും ടേസ്റ്റും ഫ്ലേവറും ഒന്നുള്ള സാധനങ്ങൾ അവിടെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മാക്സിമം സാധനങ്ങൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ട്രെയിനാണ് ഇവർ പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് അവർ കൊണ്ടുപോകാറുണ്ട്. പാക്കിങ്ങിൻ്റെ ഇടയിലാണ് അമ്മയുടെ ചിക്കൻ കറിയുടെ ആ ഒരു സ്മെല്ല് മൂക്കിലേക്ക് അടിച്ച് കയറാനായിട്ട് തുടങ്ങിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മ ചോറ് വിളമ്പി. അപ്പോൾ ഞാൻ കഴിച്ചത് കാലത്തെ പുട്ടാണ് കേട്ടോ. പുട്ടും നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ ചിക്കൻ കറിയും അതുപോലെ തന്നെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള കടച്ചക്ക ഉപ്പേരിയും പപ്പടവും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഒരു ഫ്രൂട്ട്സ് കഴിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു തണ്ണിമത്തൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിള്ളേരെല്ലാവരും കൂടി മുറിച്ചു. ഞങ്ങൾ അതെല്ലാം കൂടി കഴിച്ചു.
ഇനി നമുക്ക് ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി പാക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കോഴിമുട്ട പാക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം വീട്ടിലുണ്ടായിട്ടുള്ള നാടൻ കോഴിമുട്ടയാണ്. പിന്നെ അമ്മ ഇവിടുന്ന് അടുത്തപ്പുറത്ത് വീട്ടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ കോഴിമുട്ട വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് അരി ഇടും, അതിൻ്റെ മുകളിൽ ഈ മുട്ടയൊക്കെ കൂടി നിരത്തി വെക്കും. അതിനുശേഷം വീണ്ടും അടുത്ത ലെയറിൽ അരി ഇട്ട് വെക്കും, അതിന് മുകളിൽ വീണ്ടും മുട്ട വെക്കും. അങ്ങനെ അത് കഴിയുന്ന വരെ ഈ ഒരു പ്രോസസ്സ് തന്നെ തുടർന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗോവയിലെത്തുന്ന വരെ മുട്ടയ്ക്ക് ഒരു അനക്കവും സംഭവിക്കില്ല കേട്ടോ. മുട്ട പൊട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഭദ്രമാക്കി കെട്ടി പാക്ക് ചെയ്ത് പെട്ടിയിൽ വെക്കാൻ പോവാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അടിപൊളിയായിട്ടുള്ള ചക്ക വറുത്തത്, അമ്മ സ്പെഷ്യലായിട്ട് വറുത്തതാണ്. അപ്പോൾ അതും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അല്ലറ ചില്ലറ മാങ്ങ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചക്ക കൊണ്ടുപോകാൻ പറ്റാറില്ല, അപ്പോൾ അതുകൊണ്ട് ചക്ക കൊണ്ടുപോകണില്ല, മാങ്ങയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചേച്ചി വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന മറ്റൊരു സ്പെഷ്യലായിട്ടാണ് ഇപ്പോൾ ദാ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നല്ല, അണ്ടിയുണ്ടയാണ് കേട്ടോ. അപ്പോൾ അരി വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ കശുവണ്ടിയുടെ പരിപ്പ് പൊടിച്ചെടുത്തതും പിന്നെ കുറച്ച് ഏലക്കായപ്പൊടിയും അതുപോലെ തന്നെ ശർക്കരപ്പാനൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചേച്ചി വരുമ്പോൾ ആ ഒരു കൊല്ലത്തിൽ മാത്രം ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഇത് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയും ആ ഒരു പതിവും തെറ്റിച്ചില്ല എൻ്റെ അമ്മ. ആ ഒരു അണ്ടിൻ്റെയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു കുളിയും കാര്യങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ചൂടാറുന്നതിന് മുൻപ് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കണം, എങ്കിലാണ് ഇത് കറക്റ്റ് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കയ്യിലും വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഫാസ്റ്റായിട്ട് വേഗം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കളിത്തമാശയിൽ കൂടി അങ്ങനെ ഞങ്ങളിത് അണ്ടിയുണ്ടയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് നേരത്തെ പ്രയത്നമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. അവർ പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്നാണ് നാളെ തിരിച്ച് ഗോവയിലേക്ക് പോകുന്നത്. പരസ്പരം കണ്ണുകളിലേക്ക് നോക്കാണ്ടുള്ളൊരു യാത്ര പറച്ചിലാണ് കേട്ടോ. കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കരയും. അത്രയധികം വിഷമം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിരമാല പോലെ അടിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വർഷം നല്ല ഒരു വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ശുഭപ്രതീക്ഷയോടെ.